മലയാള സിനിമയിൽ രണ്ട് ലെജൻസ് അതായത് മോഹൻലാൽ മമ്മൂട്ടി. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജാണ്. അത് ഒരു ഫാൻസ് മൂവി അല്ല. ലാലേട്ടനെയൊക്കെ പ്രസന്റ് ചെയ്ത രീതി എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ പ്രസൻസ് എല്ലാ സിനിമയിലായിരിക്കുമല്ലോ. ലാലേട്ടന്റെ പ്രസൻസിന്റെ അതാളല്ലോ. അത് 55ാമത്തെ ചിത്രമാണ്. 55ാമത്തെ വേൾഡ് സിനിമ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ 55 സിനിമ ഒരുമിച്ചൊരു കോംബോ ആയിട്ട് അഭിനയിച്ചവരില്ല. നമുക്ക് നോക്കാമല്ലോ, ആരെ വേണമെങ്കിലും നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഇല്ല. 55ാമത്തെ സിനിമയാണ്. ആക്ഷൻ മോഹൻലാൽ മറ്റേ ബോക്സറായിരുന്നു. 1970 അങ്ങോട്ട് ബോക്സറായിരുന്നു. പിന്നെ പടം ഒരു സോഷ്യൽ മെസ്സേജ് അത്രേ ഉള്ളൂ. വലിയ മമ്മൂട്ടി അടിപൊളി വന്നപ്പോൾ ലാലേട്ടൻ പൊളിച്ചു കേട്ടോ. ഉള്ള കാര്യം പറയാത്ത തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞത്. അത് വേറെ ഒന്നുണ്ടല്ലോ, മമ്മൂക്ക മോശമെന്നല്ല പറഞ്ഞത്. മമ്മൂക്ക അടിപൊളിയാണ്, സെറ്റാണ്. പിന്നെ ലാലേട്ടൻ വന്ന സമയത്ത് നമുക്കൊരു പവർ കിട്ടി, അടിപൊളിയായത്. പിന്നെ ഈ പടം ഭയങ്കര ഒരു ഇതായി ഇതായ പോലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. മേക്കിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു പടമായിരുന്നു. ഞങ്ങളെല്ലാം ശരിക്കും എൻജോയ് ചെയ്തു, പൊളിച്ചു. ഇതുവരെ കാണാത്ത രീതിയിലൊരു സ്റ്റോറി ബേസ് ആയിരുന്നു. സാധാരണ രീതിയിൽ രണ്ടുപേരും തമ്മിലുള്ള അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും അല്ല. ഇതെല്ലാവരും വന്ന്, ഞാൻ കഥ പറയുന്നില്ല, കാരണം നിങ്ങൾ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് അഭിപ്രായം പറയുക. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ്. ഇന്ന് രാവിലെ വെളുപ്പിനെ 4 മണിയായപ്പോൾ എത്തിയതാണ്. ഞാൻ പടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി വന്ന നമുക്കടെ മോഹൻലാലിൻ്റെ പടം കാണാൻ വന്നതാണ്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. ഞാൻ ആലപ്പുഴ റൈബാൻ സിനിമാസിലെ പടം കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി. 3 മണിക്കൂറുണ്ടെങ്കിലും ലാഗൊന്നുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മമ്മൂക്ക ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ പോർഷനും കോമ്പിനേഷൻ സീനും എല്ലാം പക്കായിട്ടുണ്ട്. സുജിൻ ശ്യാമിൻ്റെ BGM വർക്ക്സും എല്ലാം അടിപൊളിയാണ്. പിന്നെ മഹേഷ് നാരായണൻ്റെ അറിയാമല്ലോ, പൊളിറ്റിക്കൽ കോൺട്രവേഴ്ഷ്യൽ പടങ്ങളൊക്കെയാണ് കൂടുതലും പുള്ളി കൈവെക്കാറ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂറുണ്ടെങ്കിലും ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫാഫാണേലും കുഞ്ചാക്കൊക്കെ ആണെങ്കിലും എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. മേക്കിംഗ് വൈസ് പക്ഷേ എനിക്കതിങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ അവസാനം വരെ നമ്മൾ ആ സുഷിൻ ശ്യാമിൻ്റെ ബീജം ആ കാര്യങ്ങളും എല്ലാം അതാണ് എൻഗേജിങ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇൻട്രോ ആണെങ്കിലും ഭയങ്കര ഇതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇത്. പിന്നെ അറിയാലോ, ഓൾറെഡി എല്ലാ ഫാൻസും ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിട്ട് എൻജോയ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക ലാലേട്ടൻ ഒരുമിച്ച് ആ ഒരു അത് അടിപൊളിയായിരുന്നു. അവരുടെ ആ ഒരു കോമ്പിനേഷൻ സ്കീനൊക്കെ അടിപൊളിയായിരുന്നു, പക്കായിരുന്നു.